This program showcases physically demanding and potentially dangerous stunts performed by experienced Rancor fighters. Do not attempt to imitate these actions. Enjoy the show, but leave the wrestling to the professionals. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രാഹുൽ വർഗീസ് സുടാശ്ശേരി. നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് റാൻകോർ പ്രോ റെസ്ലിംഗിൻ്റെ മറ്റൊരു മാച്ചിലേക്കാണ്. ഇത് കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചിനാണ് ഈ മാച്ച് നടക്കുന്നത്. റെക്സ് കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ, മൂന്നാമത്തെ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യനായതിനു ശേഷമുള്ള ഫസ്റ്റത്തെ ഡിഫൻസാണത്. എഡ്വിനുമായിട്ടാണ് മാച്ച്. ഈ രണ്ട് റെസ്ലേഴ്സും ഇത് മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് തന്നെ റെക്സിൻ്റെ ഒരു അറ്റാക്കാണ് എഡ്വിനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് കോർണറിൽ കൊണ്ടുപോയി എഡ്വിനെ നിലം പരീക്ഷമാക്കി ചവിട്ടിക്കൂട്ടുന്നു. ഈ മാച്ച് രണ്ട് റെസ്ലേഴ്സും ഈ മാച്ചിലേക്ക് തയ്യാറെടുക്കുന്നു. അവസാനത്തെ രണ്ട് മാച്ച് നടന്നത് ഹാർലി വേഗനായിട്ടാണ്. ഹാർലി വേഗൻ ഫോമർ സെക്കൻഡ് എവർ കേരള ഹാർലി വേഗനെ തോൽപ്പിച്ചുകൊണ്ട് ഒരു മുൻതൂക്കം ഈ രണ്ട് റെസ്ലേഴ്സിനും ഈ മാച്ചിലുണ്ട്. ഈ മാച്ച് ഒരു ഹാർഡ് കോർ മാച്ചാണ്. ഹാർഡ് കോർ കിങ് എന്ന് വിശേഷിക്കപ്പെടുന്ന റെക്സ് അദ്ദേഹത്തിന് ഫസ്റ്റ് ടൈറ്റിൽ ഡിഫൻസ് ഒരു ഹാർഡ് കോർ മാച്ച് ആയിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എഡ്വിൻ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടാണ് ഈ മാച്ച് നടക്കുന്നത്. ഇത് എഡ്വിൻ്റെ ഒരു മുൻതൂക്കം ഈ മാച്ചിൽ നമ്മൾ കാണുകയാണ്. പെട്ടെന്ന് തന്നെ ഒന്ന് ടാക്കിൾ ചെയ്ത് വീഴ്ത്തി ഇതാ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് അവിടെയുള്ളൊരു വെപ്പൺ, ഒരു ട്യൂബ്ലൈറ്റ് ഇതാ എഡ്വിൻ ഇതാ റെക്സിൻ്റെ പുറത്ത് ഇതാ ട്യൂബ്ലൈറ്റ് കൊണ്ട് അടിച്ചിരിക്കുകയാണ്. നമ്മൾ പല ഹാർഡ് കോർ മാച്ചസും ഇതിൻ്റെ അവിടെ കണ്ടൊരു സ്റ്റീൽ ൻ്റെ ഒരു പലക പോലത്തെ ഒരു സ്റ്റീൽ, ഇറ്റ്സ് റിയലി പെയിൻഫുൾ. നമ്മളത് മേത്ത് മുട്ടുമ്പോൾ കാണാം. ട്യൂബ് ലൈറ്റ് ഇതാ റെക്സിൻ്റെ നെറ്റത്ത് ഇത് കുത്തിക്കയറ്റാൻ നോക്കുന്നു എഡ്വിൻ. ഇതൊരു ഡെത്ത് മാച്ച് സ്റ്റൈലിലാണ് ഇവർ രണ്ടുപേരും മാച്ച് പ്ലാൻ ചെയ്തു തോന്നുന്നു. രണ്ടുപേരും ആർക്ക് ഏറ്റവും കൂടുതൽ ഇഞ്ചറി ഏൽപ്പിക്കാം എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും പ്ലാൻ ചെയ്തുകൊണ്ട് ഈ മാച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണോ, ഈ റിങ്ങിൻ്റെ സൈഡിൽ കാണുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെയും കാൽക്കുലേറ്റ് ചെയ്യാൻ നല്ലപോലെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് രണ്ട് റിസൾട്ട്സ് എഡ്വിൻ്റെ ഫസ്റ്റത്തെ ഒരു ഹാർഡ് കോർ സ്റ്റൈലാണ് ഞാൻ കാണുന്നത്. റണ്ണിങ് നീ ചെയ്തുകൊണ്ട് ഇത് റെഫറി ഓൺ ദ സ്പോട്ട് വരാൻ പറ്റിയില്ല. ആ ഒരു റെഫറിയുടെ ഒരു വീഴ്ച മൂലം ഇതാ ജസ്റ്റ് 1 കൗണ്ടിൽ നിർത്തുന്നു. വീണ്ടും ഒരു ട്യൂബ് ലൈറ്റ് ഹാർഡ് കോർ എൻവയോൺമെൻറ്റ്. രണ്ട് റെസ്ലേഴ്സും ആ പ്ലാനിൽ അവർ രണ്ടുപേരുടെയും പ്ലാനുകൾ കൊണ്ട് തന്നെ ഇതാ വീണ്ടും ഒരു മൂന്നാമത്തെ ട്യൂബ് ലൈറ്റ് അദ്ദേഹത്തിൻ്റെ തലയുടെ ബാക്കിൽ തന്നെ. റെക്സ് ഹാർഡ് കോർ കിങ് എന്ന് വിശേഷിപ്പിക്കുന്നത് വെറുതെ അല്ല. ഇതാ എഡ്വിൻ്റെ ഫൈനൽ സ്റ്റോപ്പ് ഇതാ രണ്ട് റെസ്ലേഴ്സിൻ്റെയും ദേഹത്ത് ഇതാ എഡ്വിൻ്റെ തന്നെ ട്യൂബ് ലൈറ്റിൻ്റെ മുകളിൽ കൂടെ ഇട്ടിരിക്കുകയാണ്. ഇതൊരു ഹാർഡ് കോർ മാച്ചിനുപരി ഇതൊരു ഡെത്ത് മാച്ച് സ്റ്റൈലിലാണ് ഇവർ രണ്ടിനും മാച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എനിക്കിതൊരു ഫേവറേറ്റ് സ്റ്റൈൽ ഓഫ് മാച്ചല്ല. സ്പിന്നിങ് നെക്ക് ബ്രേക്കർ ഇപ്പോൾ ഈ മാറ്റിൻ്റെ എവിടെ വീണിട്ടുണ്ടെങ്കിലും ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാഴ്ചക്കാർക്ക് തന്നെ ഇത് പെയിൻഫുൾ. ജസ്റ്റ് 2 കൗണ്ട് ഇത് സ്വിങ്ങിങ് നെക്ക് ബ്രേക്കർ. ആ നോർമൽ നെക്ക് ബ്രേക്കർ തന്നെ നമ്മൾ ആ റിങ്ങിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അത്രയും പെയിൻ ഉണ്ടാവും. ഇതാ ട്യൂബ് ലൈറ്റിൻ്റെ ഉള്ളിൽ ഇതാ എഡ്വിൻ ഒരു സ്റ്റോം ചെയ്തിരിക്കുകയാണ്. റെക്സ് 1 2 ജസ്റ്റ് 2 കൗണ്ട്. ഓ മൈ ഗോഡ്. പല മാച്ചസും ഈവൻ കേരള ഹെവി ചാമ്പ്യൻഷിപ്പ് ജയിച്ചത് ആ സ്റ്റോംപ് വഴിയാണ്. ഇതാ ട്യൂബ് ലൈറ്റുമ്പോൾ പോലും സ്റ്റോംപ് ചെയ്തിട്ട് എഡ്വിൻ ഇതാ മാച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു നോർമൽ മാറ്റിൽ പോലും ഒരു ചെറിയൊരു ഒന്ന് വീഴാനായിട്ട് ഭയങ്കര വേദനയായിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ ട്യൂബ് ലൈറ്റ്സൊക്കെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു നീണ്ടുള്ളിൽ നമുക്ക് സഹിക്കാൻ വീണ്ടും ഒരു ട്യൂബ് ലൈറ്റ് ഇതാ എഡ്വിൻ്റെ ദേഹത്ത്. റെസ്ലേഴ്സ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുമ്പോഴും അപ്പുറത്തും ട്യൂബ് ലൈറ്റ് തന്നെയാണ്. ട്യൂബ് ലൈറ്റിൻ്റെ ചില്ലുകൾ ദേഹത്ത് കുത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഡെത്ത് മാച്ചാണ്. റെസ്ലിംഗ് തുടങ്ങണേക്കാൾ മുമ്പ് എല്ലാ റെസ്ലിംഗ് കമ്പനീസ് ചെയ്യുന്ന പോലെ ഡോണ്ട് ട്രൈ ദിസ്. ഇത് പൈൽ ഡ്രൈവർ പ്ലീസ് സെൻഡ് ഇറ്റ് 1 2 3. ഓ ലക്കി, ഗോഡ് ബ്ലെസ്. ഈ മാച്ച് ഇതാ
അവസാനിച്ചിരിക്കുകയാണ്. ഒരു ഹാർഡ് കോർ സ്റ്റൈൽ, നോ, ഇറ്റ്സ് എ ഡെത്ത് മാച്ച് ശൈലിയിൽ ഇതാ മാച്ച് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു രണ്ട് റെസ്ലേഴ്സും. അവർ പ്ലാൻ ചെയ്തു വന്നിരിക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം അപ്പുറത്തുള്ള പല ട്യൂബ് ലൈറ്റ്സും അതൊക്കെയും വെച്ചുകൊണ്ട് ഈ മാച്ച് എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. റെക്സ് അതേപോലെ ഹാർഡ് വേർഡ്സ് പറയുകയാണ്. റെക്സ് ഈ മാച്ച് ജയിച്ചു. കേരള ഹൈവേ ചാമ്പ്യൻഷിപ്പ് ഇത് റീറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഒരു അദ്ദേഹത്തിൻ്റെ ഫേസ് പെയിൻറ്റ് അത് ഫുള്ള് ബ്ലീഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ്, ഇറ്റ്സ് നോട്ട് ഫേക്ക്, it's real. Whatever you say about professional wrestling, we bleed, we sweat, we tear down for what we call sports entertainment, professional wrestling, whatever it is. This is out of hands. അത് ഒരു ചോപ്പ് പോലും നമുക്ക് നല്ല വേദന എടുക്കണ ഒരു ഇതാണ്. നമ്മളൊരു റിങ്ങിൽ വീണിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എത്രത്തോളം വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്. ഞാൻ തന്നെയായാലും അവിടെ 2-3 പ്രാവശ്യം ട്രെയിൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ പെയിൻ ഉണ്ട്. ഇത് അവരുടെ എഡ്വിനായാലും റെക്സ് ആയാലും അവരുടെ ശരീരം ഫുള്ളി പെയിൻ വിട്ടുകൊടുത്തുകൊണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ട്യൂബ് ലൈറ്റും ആ സ്റ്റീൽ പ്ലേറ്റ് പോലത്തെ ഒരു ഇത് അതിൽ വെച്ച് രണ്ട് റെസ്ലേഴ്സും മാച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ലെഗ് ബ്രേക്കർ എടുക്കാൻ അതൊക്കെ കിക്ക് ഔട്ട് ചെയ്തു. ഈവൻ റെക്സിൻ്റെ പവർഫുൾ മൂവ് ആയിട്ടുള്ള സ്റ്റോംബ് വരെ, കേരള ഹെവി ചാമ്പ്യൻഷിപ്പ് നേടിയ സ്റ്റോംബ് വരെ ആ ട്യൂബ് ലൈറ്റിൻ്റെ ഇടയിൽ സ്റ്റോംബ് ചെയ്തിട്ട് അത് കിക്ക് ഔട്ട് ചെയ്തു. പല ട്യൂബ് ലൈറ്റുകളും യൂസ് ചെയ്തുകൊണ്ടാണ് ഈ മാച്ച് കേരള ഹെവി ചാമ്പ്യൻഷിപ്പ് റെക്സിൻ്റെ ഫസ്റ്റ് ഡിഫൻസ് നടത്തിയത്. ഒരു ഡിഫൻസിന് പുറമെ ഈ മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതൊരു ഡിസ്റ്റർബൻസ് ആയേക്കാം. കാരണം റെക്സ് പറയുന്നത് ഒരു ഹാർഡ് കോർ കിങ്, അദ്ദേഹത്തിൻ്റെ ഹാർഡ് കോർ മാച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം എന്ന രീതിയിലാണ്. സോ ഇറ്റ് വാസ് എ ഡെത്ത് മാച്ച്. ഞാൻ ഹാർഡ് കോർ മാച്ച് ആയിട്ടാണ് പ്രതീക്ഷിച്ചത്, ബട്ട് ഇറ്റ് വാസ് എ ഡെത്ത് മാച്ച്. ഹിയർ ഈസ് ദ ഫസ്റ്റ് ഡിഫൻസ് ഫോർ കേരള ഹെവി ചാമ്പ്യൻ റെക്സ് ആൻഡ് ഹി ഈസ് സ്റ്റിൽ ഫോർ കേരള ഹെവി ചാമ്പ്യൻ. അടുത്ത മാച്ച് എപ്പോഴായിരിക്കും, അടുത്ത ഡിഫൻസ് എപ്പോഴായിരിക്കും എന്ന് ഇതുവരെയായിട്ടും റാൻകോർ കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ല. എന്നിരുന്നാൽ തന്നെ റാൻകോറിൻ്റെ പുതിയ പടവുകളിലേക്ക് എത്തിക്കാൻ റെക്സിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എഡ്വിനും ഈ മാച്ചിൽ നിന്ന് എഡ്വിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് തോൽവിയാണെങ്കിൽ പോലും ആ തോൽവിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എഡ്വിൻ്റെ ഫ്യൂച്ചറിൽ ഈ മാച്ച് ഒരു കുന്തുപോലെ തന്നെയായിരിക്കും രണ്ട് റെസ്ലേഴ്സിന്. ഇതാ റെക്സിൻ്റെ റെയിൻ ഇതാ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ് റാൻകോർ പ്രൊ റെസ്ലിംഗ്.